അപ്പോൾ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. കുറേ ആളുകൾ ഇരിപ്പിടം കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പോൾ എത്തിപ്പെടുന്ന സഹോദരിമാർക്ക് ഇരിപ്പിടം കിട്ടാത്ത അവസ്ഥ തന്നെ വരികയാണ്. അതിന് വേറൊന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ സ്ഥലപരിമിതി കാരണമാണെന്ന് കണക്കാക്കി എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. ഈ സംഗമത്തിനൊരു പ്രത്യേകത, ഞങ്ങൾ കുറേ പേര് യോഗ നടപടിക്രമങ്ങളുടെ ഭാഗമായി വേദിയിലുണ്ടെങ്കിലും ഈ വേദിയിലുള്ളവരാണോ സദസ്സിലുള്ളവരാണോ പ്രാമുഖ്യമുള്ളവർ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണിത് മാറിയിട്ടുള്ളത്. കാരണം അത്രമാത്രം പ്രധാനികൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അതും നമ്മുടെ ഒരു യോഗ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കാണുക എന്ന് മാത്രമേ ഉള്ളൂ. വല്ലാതെ ഒരു ജംബോ വേദിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നു ചേർന്ന ഒന്നാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പകുതിയിലധികം വരുന്ന ജനസംഖ്യ സ്ത്രീകളുടേതാണ്. ആ രീതിയിൽ സ്ത്രീകൾക്ക് ഭാവി കേരളം എങ്ങനെ രൂപം കൊള്ളണം, അത് സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അത് ഉന്നയിക്കുന്നതിനൊരു ഫലപ്രദമായ വേദി ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതാണ് നാം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ ബഹുമാന്യായ അധ്യക്ഷ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലകളിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും പരിഗണനകളും തന്നെയാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക അവസ്ഥകൾ വളരെ മെച്ചപ്പെട്ടതാണ്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി മുന്നേറ്റങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുന്നതിനിടയാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം കേരള സംസ്ഥാനത്ത് ആദ്യം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് EMS നേതൃത്വമുള്ള ഗവൺമെൻറ് ആയിരുന്നല്ലോ. ആ കാലം മുതൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകളെല്ലാം സ്ത്രീ സൗഹൃദ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഇത്തരമൊരവസ്ഥക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാന ഘടകം വിദ്യാഭ്യാസമാണ്. സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞാൽ
അതിലും തെറ്റുണ്ടാവില്ല. നമ്മുടെ കേരളം ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് നേടിയ സംസ്ഥാനമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് എത്രയോ കാലം മുൻപ് തന്നെ ലിംഗസമത്വം നമ്മുടെ നാടിന് കൈവരിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എടുത്താൽ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയൊഴികെ മറ്റെല്ലാ മേഖലകളിലും പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അവിടെയുള്ള കോഴ്സുകളിൽ 64% പെൺകുട്ടികളാണ്. മെഡിക്കൽ അനുബന്ധ ശാസ്ത്രങ്ങളിൽ പ്രവേശനം നേടുന്നവർ 81% പെൺകുട്ടികളാണ്. പ്രൊഫഷണൽ യോഗ്യതയും ഉന്നത വിദ്യാഭ്യാസവുമൊക്കെ ലഭിച്ച ഒരു പട്ടിക എടുത്താൽ കേരളത്തിലെ സ്ത്രീകൾ മുന്നിലാണെന്ന് കാണാൻ കഴിയും. എന്നാൽ പഴയ കാലം നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഇതായിരുന്നില്ല മുൻകാലത്തെ സ്ഥിതി. കേരളത്തിലെ സ്ത്രീകളുടെ ഒരു കാലത്തെ അവസ്ഥ മറക്കുടക്കുള്ളിൽ ഉള്ള മഹാനരകത്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു. ആ നരകത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിലിടങ്ങളിലേക്കും അതിനൊക്കെ മുൻപ് പാടങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്കും ഒക്കെ നയിച്ചതിന് പിന്നിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ അവകാശമില്ലാതെ വീട്ടിനുള്ളിൽ പോലും ആരാലും ഗൗനിക്കപ്പെടാതെ അടിമസമാനമായി കഴിഞ്ഞിരുന്ന മലയാളി സ്ത്രീ ഇന്ന് ലോകത്തെമ്പാടും വ്യത്യസ്ത മേഖലകളിൽ നേതൃപരമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ജാതി ജന്മി മേധാവിത്വത്തിനെതിരെ നടന്ന നിരവധി പോരാട്ടങ്ങളുണ്ട്. മഹത്തായ സ്വാതന്ത്ര്യ സമരമുണ്ട്. ഇതിലെല്ലാം ധീരമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തവരും ആ ഗണത്തിലും സ്ത്രീകളുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയുടെയോ അവകാശ സമരങ്ങളുടെയോ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയോ കേവലം ഗുണഭോക്താക്കൾ മാത്രമായിരുന്നില്ല സ്ത്രീകൾ. അവർ ചെറുത്തുനിൽപ്പുകളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ആയുധം കയ്യിലേന്തി കണ്ണീരും ചോരയും നനഞ്ഞ കനൽ വഴികൾ താണ്ടിയവർ കൂടിയാണ്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് പുരുഷനും സ്ത്രീയും ഒന്നിച്ചാണ് ചാടിയിറങ്ങിയത്. അത്തരം സമരങ്ങളിലെ പങ്കാളിത്തത്തിൻ്റെ ഫലമായി മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച സ്ത്രീകളുടെ
വലിയൊരു നിര കേരളത്തിലുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാത്ത സ്ത്രീകളെയടക്കം സ്വാധീനിച്ച സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകൾ കേരള നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ ഏടുകളാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത്. വിദ്യാഭ്യാസത്തിനും തൊഴിലെടുക്കാനുള്ള അവകാശത്തിനും പൊതുസമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനും ശ്രമിച്ച സ്ത്രീകൾക്ക് തീവ്രമായ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എങ്കിലും അതിനെയെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് സ്ത്രീകൾ കഴിവ് തെളിയിക്കുക തന്നെ ചെയ്തു. സവർണ അവർണ വ്യത്യാസമില്ലാതെ ജാത്യാചാരങ്ങളുടെ പേരിൽ നരകതുല്യ ജീവിതം നയിച്ചിരുന്ന കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അവയെ തുടർന്ന് വന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ്. ചാന്നാർ ലഹള, കല്ലുമാല സമരം, ഘോഷ ബഹിഷ്കരണം, മറക്കുട ബഹിഷ്കരണം, ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിനിടയാക്കിയ വിവിധ നാഴികക്കല്ലുകൾ കാണാൻ നമുക്ക് സാധിക്കും. സമൂഹത്തിൻ്റെ ആകെ വിമോചനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് സ്ത്രീകളുടെ വിമോചനം എന്ന കാഴ്ചപ്പാട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനപ്പുറം നമ്മുടെ കേരളം ഉയർത്തിപ്പിടിച്ചിരുന്നു. കേരളത്തിൽ നടന്ന സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഫലമായി നമ്മുടെ സ്ത്രീകൾ ധാരാളമായി പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും സാന്നിധ്യമറിയിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ 3 മലയാളി